Hello friends, today we can discuss principle-based ethics. From the administration portion, we need to cover lot of important portions for your exams. So please watch fully. You can share this video to your friends. Let us start. First we can start from the definition of administration and from which word the administration came from. The word administration has been derived from Latin word ad plus minister. Ad plus minister എന്നുള്ള വേർഡിൽ നിന്നാണ്, ലാറ്റിൻ വേർഡാണ്. ആ വേർഡിൽ നിന്നാണ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വാക്ക് വന്നത്. മീൻസ് ടു മാനേജ് അഫയേഴ്സ്. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് ആണ്, മാനേജ് അഫയേഴ്സ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് അതർ കമ്പനി വർക്കേഴ്സ്. നമുക്ക് എപ്പോഴും അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വാക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോട്ടൽ, ഒരു കമ്പനി അഡ്മിനിസ്ട്രേഷൻ ആണ്. സോ ഓർ ലുക്ക് ആഫ്റ്റർ ഓർ ടു കെയർ ഫോർ പീപ്പിൾ. So the administration for to look after or care for people. The word administration came from Latin word ad plus minister, means to manage affairs. Administer means serve. Administer എന്ന് പറയുമ്പോൾ serve എന്നുള്ള അർത്ഥമാണ്. Administration is the organization and direction of human and material resources to achieve desired ends. Administrationന്റെ definition ആണ് is the organization and direction of human and material resources to achieve desired ends. രണ്ട് ഡെഫിനിഷൻ ഉണ്ട്, അത് ഒന്ന് ഓർത്ത് വെക്കുക. ഫിഫർ ആൻഡ് പ്രസ്തർ. അഡ്മിനിസ്ട്രേഷൻ ഡെഫിനിഷൻ ഡിഫൈൻഡ് ബൈ പ്രിഫർ ആൻഡ് പ്രസ്തർ. Administration is the organization and direction of human and material resources to achieve desired ends. The other definition, administration means the performance of the executive duties of any institution, business or organization. Chinium calendar. അപ്പോൾ ഈ ഒരു രണ്ട് ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മറ്റേതെങ്കിലും ഡെഫിനിഷൻസ് ഇഫ് യു നോ study, because sometimes the MCQ will ask from the definition also. So we can discuss ethics. What is ethics? Ethics are the moral principles that govern a person's behavior, or study deals with moral behavior. Moral principle ആണ്. Simply നമ്മൾ പറയുകയാണെങ്കിൽ it is the doing good to a person or a society. ഒരു പേഴ്സണോട്, നഴ്സിംഗ് കെയർ പറയുകയാണെങ്കിൽ പേഷ്യന്റിനോട് നല്ല രീതിയിലുള്ള പെരുമാറ്റം, അതാണ് എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിംപിളി പറയുകയാണെങ്കിൽ. സോ ഇറ്റ് ഈസ് ദ ഡൂയിങ് ഗുഡ് ടു പേഴ്സൺ ഓർ സൊസൈറ്റി. സോ വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് നഴ്സിംഗ് എത്തിക്സ്? ഓട്ടോണോമി, ഇൻഫോംഡ് കൺസെൻസ്, ജസ്റ്റിസ്, ബെനിഫിസൻസ്, നോൺ മാൽഫിസൻസ്, ഫിഡലിറ്റി, വെറാസിറ്റി, അക്കൗണ്ടബിലിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി. സോ വാട്ട് ആർ ദ principles? Autonomy, informed consent, justice, beneficence, non-malfeasance, fidelity, veracity, accountability, confidentiality. So ഈ ഒരു ഫുൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ക്വസ്റ്റ്യൻ വരാറുണ്ട്, എക്സെപ്റ്റ് എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഫോളോയിങ് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് നഴ്സിംഗ് എത്തിക്സ് എക്സെപ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് അറിയണം ഏതാണ് നഴ്സിംഗ് എത്തിക്സ് അല്ലാത്തത് എന്നുള്ളത്. സോ നമുക്ക് വൺ ബൈ വൺ ആയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ഇതും നോക്കാം, ഓരോ പ്രിൻസിപ്പിൾസും നോക്കാം. ഓട്ടോണോമി, പേഴ്സൺസ് എബിലിറ്റി ടു ആക്ട് ഓൺ ഹിസ് ഓർ ഹെർ ഓൺ വാല്യൂസ് ആൻഡ് ഇൻട്രസ്റ്റ്. സോ ഡിസിഷൻ എടുക്കാനുള്ള പവർ, ഡിസിഷൻ ടേക്കിംഗ് പവർ, ഓട്ടോണോമി ഫോർ എവറി പേഴ്സൺ. സോ ദാറ്റ് ഈസ് പേഴ്സൺസ് എബിലിറ്റി ടു ആക്ട് ഓൺ ഹിസ് ഓർ ഹെർ ഓൺ വാല്യൂസ് ആൻഡ് ഇൻട്രസ്റ്റ്. ഇൻ ദ കേസ് ഓഫ് പേഷ്യൻസ്, റൈറ്റ് ടു മേക്ക് ഡിസിഷൻ, റൈറ്റ് ടു ഓൾവേസ് ഷുഡ് ബി റെസ്പെക്റ്റഡ്. റൈറ്റ് ടു മേക്ക് ഡിസിഷൻ എന്ന് പറയുമ്പോൾ പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു ഡിനൈ ദ ട്രീറ്റ്മെന്റ് ആൻഡ് ടു സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ്. വാട്ട് ആർ ദ കെയർ വി നീഡ് ടു പ്രൊവൈഡ് ടു ദ പേഷ്യന്റ്, പേഷ്യൻസ് ഷുഡ് നോ. നമ്മൾ എന്തെങ്കിലും ഒരു കെയർ ചെയ്യുകയാണെങ്കിൽ പേഷ്യന്റിനോട് പറയൂലേ, സോ ഐ എം ഗോയിങ് ടു ഇൻജെക്ട് യു ഓർ ഐ എം ഗോയിങ് ടു ഗിവ് യു എ എനിമ, അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് പേഷ്യൻസ് റൈറ്റ്. റൈറ്റ് ടു ഓൾവേസ് ഷുഡ് ബി റെസ്പെക്റ്റഡ്. പേഷ്യൻസിന് നമ്മൾ എപ്പോഴും നല്ലൊരു റെസ്പെക്ട് കൊടുക്കണം. നേഴ്സസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഹാവിംഗ് അതോറിറ്റി ടു മേക്ക് ഡിസിഷൻ, ടോട്ടൽ പേഷ്യന്റ് കെയർ. സോ ദ നേഴ്സസ് ഷുഡ് ഹാവ് എ ഡിസിഷൻ ടേക്കിംഗ് പവർ ദെയർ ഓൺ പേഷ്യൻസ്. അപ്പൊ നേഴ്സിംഗ് കെയറിനെ സംബന്ധിച്ചിട്ടുള്ള ഇപ്പം ബെഡ് സോർ ഉണ്ട്, പേഷ്യന്റിന് ബാക്ക് കെയർ കൊടുക്കണം എന്നുള്ളത് പേഷ്യന്റ് ഏത് സമയത്താണോ, നേഴ്സ് ഏത് സമയത്താണോ വില്ലിങ് ആവുന്ന ആ സമയത്ത് നേഴ്സിന് കൊടുക്കാനുള്ള ഒരു പവർ ഉണ്ട്. സോ ഷീ ഹാസ് ദ ഓർ ഹി ഹാസ് ദ പവർ ടു ടേക്ക് ഡിസിഷൻ അബൌട്ട് ടോട്ടൽ പേഷ്യന്റ് കെയർ. സോ ജസ്റ്റിസ് എന്താണ്, ബെനിഫിസൻസ് എന്താണെന്ന് നോക്കാം. ജസ്റ്റിസ് റെഫേഴ്സ് ടു ഫെയർനെസ് ഓർ ഇക്വിറ്റി
Clients need to be treated in a manner that they deserve. Example, both clients receive the same treatment when being admitted for surgery, fair resources, etc. So equality, justice means equality, equal care we need to care to the patients according to the priority. Priority wise care ആയിരിക്കണം. ഇപ്പം ഒരു എമർജൻസി കെയർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എമർജൻസി ഒരു ചെസ്റ്റ് പെയിൻ ഉള്ള പേഷ്യന്റിനെ പ്രിഫറൻസ് കൊടുത്തിട്ട് നമുക്ക് ഒരു അബ്ഡോമിനൽ പെയിൻ ഉള്ള അല്ലെങ്കിൽ ഒരു ഫീവർ ഉള്ള പേഷ്യന്റിനെ പ്രിഫർ ചെയ്യാവുള്ളൂ. സോ ദാറ്റ് ഈസ് ജസ്റ്റിസ്, ഈക്വാലിറ്റി, ബട്ട് വി നീഡ് ടു give care to the equality. So that is justice. Beneficence means promoting good or doing good for others. Take positive steps to help others. It helps to guide difficult decision where the benefits of a treatment may be challenged by the risk to the client's well-being or dignity. The best interest of the client must be upheld. Example, immunization. So doing good, beneficence means doing good. We need to care the patients properly, take positive steps to help others. That is beneficence. The best interest of the client must be upheld. Example, immunization. Then next principle is fidelity. It means to be faithful. Fidelity, FF, faithful, to agreements and promises. Nurses have responsibilities to clients, employers, government and society. We should be faithful to the patients. For example, nurses often make promises such as, I will be right back with your pain medications, or I will find out for you. Clients take such promises seriously and nurses are obligated to respond within an appropriate time frame. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫെയ്ത്ത്, ഒരു ഫിഡലിറ്റി, ഒരു പ്രോമിസ് കൊടുത്തു കഴിഞ്ഞാൽ we need to keep that promises. Otherwise, will not give that promise to the patient. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഷ്യന്റിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഓഫർ ചെയ്യണം, നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല, നമുക്ക് ക്യാൻറ്റീനിൽ നിന്ന് അത് വരുത്തി കൊടുക്കാൻ കഴിഞ്ഞില്ല, പേഷ്യന്റ് അത് വില്ലിങ് ചെയ്യുന്നുണ്ടായിരുന്നു, പേഷ്യന്റിന് അത് പേ ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷെ എങ്കിലും നമ്മളത് ഒരു സ്പെഷ്യൽ ഫുഡ് പേഷ്യന്റിന് വേണ്ടി വരുത്തി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. സോ വി നീഡ് ടു കീപ് ദ പ്രോമിസസ്. ദാറ്റ് ഈസ് ഫിഡലിറ്റി. Then non-malfeasance, that means no harm. Do not harm to the patient, do not injure the patient. This means that nurses must do not harm intentionally or unintentionally. The nurse must do not harm the intentionally or unintentionally. നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ പേഷ്യന്റിനെ ഹാം ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, if you see a patient collapse in a corridor, you have a duty to provide or seek medical attention to prevent injury. So immediately you see a patient collapse in corridor, നമ്മൾ പെട്ടെന്ന് ആ പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യണം, ട്രീറ്റ്മെന്റ് ചെയ്യണം, പെട്ടെന്ന് തന്നെ പേഷ്യന്റിനെ കാഷ്വാലിറ്റിയിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴി കണ്ടെത്തണം. സോ ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ ടു പ്രിവെന്റ് ഇഞ്ചുറി. Veracity is defined as being honest and telling the truth. Veracity means telling the truth. Accountability is accepting the responsibility for one's own actions. Veracity means you should not give false information to the patient. You should be very honest and telling the truth. Accountability is accepting responsibility for one's own actions. Nurses are accountable for their nursing care and other actions. They must accept all of the professional and personal consequences that can occur result of their actions. Accountability means answerability. Nurses should be answerable for their patients. Whatever the care they provided, they should be answerable. ഏതെങ്കിലും തരത്തിലുള്ള കെയർ ചെയ്യുകയാണ്, നമ്മൾ എന്തൊക്കെ പേഷ്യൻസിന് ചെയ്യുകയാണെങ്കിൽ the nurses should be answerable. അത്രയുള്ള ഈ വീഡിയോ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറഞ്ഞു പോയി. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മൾ ഇനി എക്സാം അടുക്കുന്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് പരിചയപ്പെടുത്തുന്നത്. ESIC എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബ്. താങ്ക് യു.